സന്ധ്യാവേളകളിൽ സംഗീതത്തിന്റെ മേഘങ്ങൾ പെയ്തിറങ്ങുന്ന ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ജെയിൻ TV പ്രേക്ഷകർക്കും സ്വാഗതം. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2-ന്റെ ഇന്നത്തെ ഈ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് ബിഫോർ ദാറ്റ്, ലെറ്റ്സ് വെൽക്കം അവർ വാല്യുബിൾ പ്രഷ്യസ് ജഡ്ജസ്. Put your hands together for Biji Bal, Rimi Tommy and Anup Shankar. Let's begin the competition. നമ്മുടെ ഫസ്റ്റ് പെർഫോമറെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And that is Anugraha Rafi. Zamina mina waka waka zamina mina sangalewa anawa zamina mina waka waka zamina mina sangalewa this time for Africa. പെർഫോമൻസ് റൗണ്ടിൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. waka waka ma waka waka ma chantanti zomaji muye cause this is Africa. ഇന്ന് മോളിലൂടെയാണ് ആ പാട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച് കളഞ്ഞ. അനുഗ്രഹ, ഹായ്, നമ്മുടെ സീസൺ 2-ലെ ഒരു ബബ്ലി കണ്ടസ്റ്റന്റ് ആണ്. താങ്ക് യു. നല്ല ക്യൂട്ടാണ് നമ്മളെ കാണാൻ. താങ്ക് യു. എല്ലാവരും പറയും. പറയാറുണ്ട്. പറയാറുണ്ട്. ഇന്ന് ഏത് സോങ് ആണ് സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട്? ഏത് സോങ്ങാ സെലക്ട് ചെയ്ത്? അരികിലില്ലെങ്കിലും എന്ന് പറഞ്ഞ സോങ് ആണ്. ആൽബം സോങ് ആണ്? അല്ല, നോവൽ എന്ന് പറഞ്ഞ മൂവിയിലെ സോങ് ആണ്. ഓക്കെ, അത് ആൽബം ആയിരുന്നു. പിന്നെ നോവൽ എന്ന മൂവിയിൽ വന്നു. മോളുടെ ഫേവറേറ്റ്, വൺ ഓഫ് യുവർ ഫേവറേറ്റ്. പിന്നെ ഒരു ഫേവറേറ്റ് സോങ് പറയൂ. എന്ന് വരും നീ എന്ന് പറഞ്ഞ സോങ്. അത് ഫേവറേറ്റ് സോങ് ആണ്. ഇനി അടുത്ത റൗണ്ടിൽ, അടുത്ത സ്റ്റേജസിൽ അത് പാടാൻ പറ്റട്ടെ. അപ്പൊ ഇന്ന് ഈ സോങ് നന്നായിട്ട് പാടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് വാച്ച് ഇറ്റ്. അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ നിന്റെ കരലാളനത്തിൻ്റെ മധുര സ്പർശം. അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ നിന്റെ കരലാളനത്തിൻ്റെ മധുര സ്പർശം. അകലയാണെങ്കിലും കേൾക്കുന്നു ഞാൻ നിന്റെ ദിവ്യാനുരാഗത്തിൻ ഹൃദയസ്പന്ദം. അകലയാണെങ്കിലും കേൾക്കുന്നു ഞാൻ നിന്റെ ദിവ്യാനുരാഗത്തിൻ ഹൃദയസ്പന്ദം. ഇനിയെന്നുമെന്നും നിൻ കരലാളനത്തിൻ്റെ മധുര സ്പർശം. അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ. എവിടെയാണെങ്കിലും ഓർക്കുന്നു ഞാനെന്നും പ്രണയാർദ്ര സുന്ദരമാ ദിവസം. എവിടെയാണെങ്കിലും ഓർക്കുന്നു ഞാനെന്നും പ്രണയാർദ്ര സുന്ദരമാ ദിവസം. ഞാനും നീയും നമ്മുടെ സ്വപ്നവും തമ്മിലലിഞ്ഞൊരു നിറനിമിഷം. ഹൃദയങ്ങൾ പങ്കിട്ട ശുഭമുഹൂർത്തം. അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ നിന്റെ കരലാളനത്തിൻ്റെ
സ്പർശം. മകരന്തം നിറയ്ക്കും വസന്തഭാവം അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ നിന്റെ കരളാളനത്തിൻ്റെ മധുര സ്പർശം. അകലയാണെങ്കിലും കേൾക്കുന്നു ഞാൻ നിന്റെ ദിവ്യാനുരാഗത്തിൻ ഹൃദയസ്പന്ദം. നിൻ കരളാളനത്തിൻ്റെ മധുര സ്പർശം അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ. അനുഗ്രഹ, ബബ്ലി, നന്നായിരുന്നു. താങ്ക് യു. മോളെ ഈ സ്കെയില് കംഫർട്ടബിൾ ആയിരുന്നില്ലേ? ആ കംഫർട്ടബിൾ ആയിരുന്നു, പക്ഷേ ഇടയ്ക്ക് ശബ്ദം ഒന്ന് ഇതായിപ്പോയി അല്ലേ? കുഴപ്പമില്ല, നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, ജഡ്ജസ്. മോളെ അനുഗ്രഹ, മോളുടെ വോയിസിനൊരു ഒരു മാഗ്നറ്റിസം ഉണ്ട്. അത് വളരെ ഇമ്പ്രസീവാണ്. എന്തോ ഒരു ആകർഷണീയതയുണ്ട് അല്ലേ? ഒരു ടോൺ വളരെ എന്താ പറയുക, ഒരു സ്വർണ്ണ നൂലിങ്ങനെ പോകുന്നത് പോലെ ഉണ്ട്. അപ്പോൾ അത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഏരിയകൾ പോലെ മുഴുവൻ സോങ്ങും അങ്ങനെ ആയിരുന്നെങ്കിലെന്ന് ഞാൻ ഓർക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പരിപാടികൾ, ഈ പ്രത്യേകിച്ച് ചരണത്തിൽ ആ ഒരു മുകളിലേക്ക് കുറച്ച് ഫോൾസെറ്റോയിൽ പാടിയില്ലേ അല്ലേ? കുറച്ച് റീച്ച് കുറവാന്ന് തോന്നുന്നു ആ ഭാഗത്ത്. അത് കുറച്ച് ഒരുപക്ഷെ മോൾക്ക് ചേരുന്നത് ഒരുപക്ഷെ 2 കട്ട താഴെ പാടുമ്പോഴായിരിക്കാം ഈ പാട്ടെന്ന് എനിക്ക് തോന്നുന്നു. ലോ വോയിസ് കുറച്ച് കൂടുതൽ കിട്ടില്ലേ മോൾക്ക്? അപ്പോൾ അത് മാത്രം എനിക്ക് തോന്നിയത്. പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു പിച്ചിൽ തന്നെ നമ്മൾ ഈ പല്ലവിയുടെ എൻഡിലുള്ള ഒരു പ്ലാനില്ലേ, അത് പെർഫെക്റ്റ് ആയില്ല. ഒന്ന് പാടാവോ? അത് മനസ്സിലായില്ല അതിൻ്റെ. അതിന് മുമ്പ് ഒരു പ്ലാൻ കൂടി ഉണ്ടല്ലോ. കരലാളനത്തിൻ്റെ മധുര സ്പർശം, കരലാളനത്തിൻ്റെ മധുര സ്പർശം അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ. ആ നോട്ടല്ല വന്നത്. പലപ്പോഴും മറ്റേ നിഷാദം, ചെറിയ നിഷാദമാണ്. അതുപോലെ തോന്നി. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പാടും. ഹമ്മിങ് മാത്രം. അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ. അവിടം വരെ ശരിക്കും സ്ട്രോങ് ആയിട്ട് വരട്ടെ. അറിയുന്നു ഞാൻ. ഓക്കെ, ഗുഡ്. അനുഗ്രഹ കുട്ടി, പക്കാവാക്കിക്ക് ശേഷം ഇപ്പൊ 2ാമത്തെ പാട്ട് ഇതല്ലേ? എനിക്ക് മനസ്സിലാക്കാം മോക്ക് ഈ പറഞ്ഞ കറക്റ്റാണ്. മോളുടെ ടോൺ കേൾക്കാൻ തന്നെ ശബ്ദം അത് ഒരു അരികിലില്ലെങ്കിലും, പ്രത്യേകിച്ച് എനിക്ക് ആ ഒരു ഫസ്റ്റ് ലൈനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ നമുക്ക് മനസ്സിലാക്കാം ശബ്ദത്തിന്റെ പ്രശ്നം കൊണ്ട് മോക്ക് മുകളിലോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി പോകാൻ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ പാവം അതിന് പാടാൻ പറ്റണില്ലല്ലോ എന്ന് എനിക്കിവിടെ വിഷമമായി.
പക്ഷെ മോള് നല്ലൊരു സിംഗറാണ്. മോൾക്ക് അത് ചില സിംഗേഴ്സിന് ചിലർക്ക് മുകളിലോട്ട് പറ്റില്ല, ചിലർക്ക് താഴോട്ടായിരിക്കും കൂടുതൽ പറ്റുക. അപ്പം മോൾക്കൊരു റേഞ്ചുള്ള കൂടുതലും വെസ്റ്റേൺ ടൈപ്പ് പാട്ട് പാടാനും ഒക്കെ കുറച്ചുകൂടെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ഇതിലാണ് മോടെ ഇത് തന്നെ കിടക്കുന്നത്. പക്ഷേ സാരമല്ല, മോൾക്ക് ഒരു മത്സരമാകുമ്പോൾ നമ്മൾ എല്ലാ പാട്ടും പാടണമല്ലോ അല്ലേ? അപ്പം ഇങ്ങനെ ഒരു മലയാളം പാട്ട് ട്രൈ ചെയ്ത് പാടുന്നതിൽ മോക്കൊരു സന്തോഷമല്ലേ ഉള്ളത്? ഒരു ആൽബം സോങ് ആണെങ്കിലും ഇതൊരു സിനിമയിലും നോവൽ എന്ന സിനിമയിലൂടെ ദാസാറ് പാടിയേക്കുന്നു. അതിലുപരി ആൽബത്തിൽ പാടിയേക്കുന്ന മധുചേട്ടനും ഗായത്രി ചേച്ചിയും ഡ്യുവറ്റ് ആയിട്ട് പാടിയിട്ടുണ്ട്. നല്ലൊരു സോങ് സെലക്ഷൻ. രണ്ടുപേരും സോളോ ആയിട്ട് പാടിയേക്കുന്നു. പിന്നെ ചേച്ചിക്ക് തോന്നിയേക്കുന്നത് രാഗഭാവം എന്നൊക്കെ പറയുന്നത് പാവം നമ്മോള് പറയുന്നത് 2 പ്രാവശ്യം 2 പാവം ഞാൻ കേട്ടോ. അപ്പോൾ അത് ഏത് പാവങ്ങളാണെന്ന് ഞാൻ വിചാരിച്ചു. ഏതൊരു അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ മോളെ. ഓക്കെ, താങ്ക് യു ചേച്ചി. അനുഗ്രഹ, മോളുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഒരിക്കൽ കൂടി പറയുന്നു. അതായത് മോളുടെ ശബ്ദത്തിൽ തന്നെ ഒരു ഫീൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി ആപ്റ്റ് സോങ് ഫോർ യു. ഐ മീൻ മോളുടെ സിംഗിങ്ങിന് പറ്റിയൊരു പാട്ടാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് കുറച്ച് ഹൈ പിച്ചിൽ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അത് ഒന്ന് കെയർ എടുത്ത് അതൊന്ന് കറക്റ്റ് ചെയ്യുക. ആൻഡ് പല്ലവി വാസ് വെരി ബ്യൂട്ടിഫുൾ. വളരെ മനോഹരമായിട്ട് പാടി. പല്ലവി വാസ് വെരി ഇംപ്രസീവ്. പക്ഷേ അനുപല്ലവി ചരണത്തിലും ആ പെർഫെക്റ്റ് റിസൾട്ട് കിട്ടിയില്ല ബിക്കോസ് ഓഫ് ദാറ്റ് സ്ലൈറ്റ് സ്ക്രാച്ച്. നെവർ മൈൻഡ്, തീർച്ചയായിട്ടും ഇനി ഒരുപാട് റൗണ്ട്സിൽ പാടാനുള്ളതാണ്. അപ്പം അതൊക്കെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് ഇനിയും ബെറ്റർ സിംഗറായിട്ട് മുമ്പിലേക്ക് വരാം. ആൻഡ് നോട്ട് ലീവ് ബിഹൈൻഡ് ദ കമ്പോസർ ശ്രീ എം ജയചന്ദ്രൻ. ആൻഡ് ഇത് എഴുതിയിട്ടുള്ളത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറാണ്. അപ്പം ആ ഒരു കോമ്പിനേഷൻ്റെ നല്ലൊരു പാട്ട്. ആൻഡ് ഇത് ആസ് സെഡ് ഒരുപാട് സിംഗേഴ്സ് പാടിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് മധുചേട്ടൻ പാടിയ വേർഷനാണ്. അപ്പോൾ ചേട്ടനും താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ് മോളെ, നന്നായിരുന്നു. ആൻഡ് മോളുടെ ഏറ്റവും വലിയൊരു കാര്യം അറിഞ്ഞത് മോൾ CBSE യൂത്ത് ഫെസ്റ്റിവലിലും ലൈറ്റ് മ്യൂസിക് ഫസ്റ്റ് ആണല്ലേ? അങ്ങനൊരു വലിയ കാര്യമുണ്ട്. അപ്പോൾ കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലെയും CBSE യുവജനോത്സവത്തിലെയും 1ാം സ്ഥാനക്കാർ ITL വേൾഡ് ജൂനിയർ ഐഡലിൽ മത്സരിക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഓൾ ദി ബെസ്റ്റ് മോളെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അനുഗ്രഹ, നോ വറീസ്. നമ്മുടെ ഗ്രൂമർ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും മോളുടെ കൂടെയുണ്ട്. നന്നായിട്ട് ജഡ്ജസ് പറഞ്ഞൊക്കെ മനസ്സിൽ വയ്ക്കുക. ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ? ഓക്കെ. ഔട്ട് ഓഫ് 30 അനുപേട്ടാ മോളെ 25.75 ഔട്ട് ഓഫ് 30. 25.75. റിം ചേച്ചി 25.75 ഔട്ട് ഓഫ് 30. Again 25.75. ബി ചേട്ടാ ഔട്ട് ഓഫ് 30. 25.5. 25.5. ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്കാണെന്ന് നോക്കാം. ഔട്ട് ഓഫ് 10 ബി ചേട്ടാ. ഞാൻ എക്സ്പ്രഷന് മാർക്ക് തരാം നമുക്ക്. അത് ഇഷ്ടപ്പെട്ടു എനിക്ക്. 2.5 ഔട്ട് ഓഫ് 2.5 on 3. റിം ചേച്ചി സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ്. നമ്മളാ നിന്ന് പാടിയത് കാണാനും പാടുന്നവർക്ക് അത് ഫീൽ ചെയ്യിപ്പിക്കാനും ആ വരികളുടെ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെയുള്ള ഒരു രീതിയിൽ അത് പെർഫോം ചെയ്തതിന് മോക്ക് 4 3.5. 3.5 on 4. അനുപേട്ട. ആൻഡ് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നെങ്കിലും പാട്ടിൽ യുവർ ഫീൽ വാസ് വെരി ഗുഡ്. അതുകൊണ്ട് തന്നെ 2.75 ഔട്ട് ഓഫ് 3. 2.75 on 3. Your total score is 85.75 on 100. താങ്ക് യു. കുഴപ്പമില്ല, നല്ല സ്കോറാണ്. അപ്പം അടുത്ത സ്റ്റേജിൽ കാണാം. ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് മോള് വരണം. നമ്മുടെ ബബ്ലി കുട്ടിയല്ലേ? താങ്ക് യു, ബൈ. வசந்தமுல்லை போலே வந்து ஆடிடும் வெண்புறா, வசந்தமுல்லை போலே வந்து ஆடிடும் வெண்புறா. ചില ലുക്കൊക്കെ എൻ്റെ അമ്മോ എന്നെ കിടക്കൊരു നോട്ടം നോക്കി. குஷி இடுப்பம் மட்டும் பார்த்தவே கண்ண நிமந்துதான் பார்க்கிறேன். காதல் என்பது ஆந்தைய போலே നൈറ്റ് മുഴുവതും മൊഴിക്കും. ഇത് മോന്റെ സിംഗിങ് ടെക്സ്ചറിന് പറ്റിയ പാട്ട് തന്നെയാണ്. കാതൽ என்பது കാപ്പിയ പോലെ ആറിപ്പോണ കസക്കും, കാഞ്ചി പോണ മുളക ബജി കേക്ക പോലെ ഇണിക്കും. ഈ പാട്ട് ഒരു ഘട്ടം മേലെ പാടിയിരുന്നെങ്കിൽ കറക്റ്റ് ആണ്. Jai Hind TV, for the family, for the nation.
ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തായ ഒരു പെർഫോമൻസ് റൗണ്ട് ആണ്. ഈ പെർഫോമൻസ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ഈ വേദിയിലേക്ക് വരുന്നു ദ വെരി ക്യൂട്ട് ശരത്. മനതാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനിൽ കോൺടെസ്റ്റ് തുടങ്ങാൻ പാകത്തിനുള്ള ഒരു പാട്ടാണ്. അതിന്റെ ഏറ്റവും നല്ല വൈബ്രേഷൻസ് തന്നു. ലാസ്യവതിയായി ദേവി വരുമോ ഏകാന്തജാലം തീർക്കാൻ കനകനൂപുരം. യു ഹാവ് എ സ്ട്രോങ് സ്റ്റേജ് പ്രസൻസ്. ശരത്ത് സ്റ്റേജിൽ നിന്ന് പാടിയാൽ അതിൽ തന്നെ ആൾക്കാരൊന്ന് നോക്കും, ആ ഇവൻ കൊള്ളാം. ശരത് ഇന്നൊരു കുഞ്ഞി വിജയിന്റെ രൂപത്തിലാണല്ലോ വന്നിരിക്കുന്നത്. സ്റ്റൈൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് റൗണ്ടിൽ ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? പോക്കിരി എന്ന് പറഞ്ഞ സിനിമയിലെ വസന്തമുല്ല. മോൻ വിജയ് ഫാനാണോ? അല്ല, സൂര്യ ഫാനാണ്. സൂര്യ ഫാനാണ് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്യാ. ഡാൻസേഴ്സ് ഉണ്ടോ? അപ്പൊ ഇന്ന് തകർക്കണം. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത മോനാണ്. അപ്പം ആ ഒരു സ്പിരിറ്റ് തന്നെ കീപ്പപ്പ് ചെയ്യാ. ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. வசந்தமுல்லை போலே வந்து ஆடிடும் வெண்புறா வசந்தமுல்லை போலே வந்து ஆடிடும் வெண்புறா உலுலாய் உலுலாய் குழந்தை போல போக சேனல் பார்க்க வச்சான் கபடி 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 காதல் சேரில் கோடு போட்டு ஆட வச்சான் ஆத்தா மனம் பானா கத்தடிய பறக்குதே தினம் கோடி சோட போல கண்ணு பொங்குதே. அப்போ கணாதான் பிடிக்குமே இப்போ மெலடியும் பிடிக்குத குஷி இடுப்பம் மட்டும் பார்த்தவே கண்ண நிமந்துதான் பாக்கிற காதல் என்பது ஆந்தைய போல நைட்டு முழுவதும் மொழிக்கும் கம்பன் வீட்டு நாயை போல கவிதையாது குறைக்கும் அவ தும்மல் அழகுடா பிம்புள் அழகுடா சம்பல் அழகுடா வசந்தமுல்லை வசந்தமுல்லை போலே வந்து அசைந்து ஆடும் பெண் புறாவே வசந்தமுல்லை போலே வந்து அசைந்து ஆடும் பெண் புறாவே மாயமெல்லாம் நான் அறிவேனே வா வா ஓடி வா வசந்தமுல்லை போலே வந்து அசைந்து ஆடும் பெண் புறாவே அஜிங்கர் ஜிங்கர் 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 ஜிங்கல்லா அஜிங்கர் ஜிங்கர் 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 லல்லா அஜிங்கர் ஜிங்கர் 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 ஜிங்கல்லா அஜிங்கர் ஜிங்கர் 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 லல்லா நம்பி யார போல் இருந்தனே எம்ஜி யார போல் மாத்திடா கம்பி எண்ணியே வளர்ந்தனே தும்பி பிடிக்கவே மாத்திடா காதல் என்பது காப்பிய போல ஆறி போனா கசக்கும் காஞ்சி போனா
முகம் லேடி ஏஞ்சலை போல் தெரியுது மாப்பு வசந்த முல்லை போலே வந்து ஆடிடும் வெண்புறா வசந்த முல்லை போலே வந்து ஆடிடும் வெண்புறா உலுலாய் உலுலாய் குழந்தை போல போக சேனல் பார்க்க வச்சான் கபடி 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 காதல் சேலில் கோடு போட்டு ஆட வச்சான் ஆத்தா மனம் பானா கத்தடிய பறக்குதே ஆத்தா தினம் கோடி சோட போல கண்ணு பொங்குதே കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് എടുത്തു പറയണം വീണ്ടും ആ കുഞ്ഞു പിള്ളേരുടെ എക്സ്പ്രഷൻ അവരുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ ഓ എനിക്ക് വയ്യ காதல் என்பது காப்பிய போல ആറി പോനാ കസക്കോ അവിടെയൊക്കെ ഗമക പ്രയോഗങ്ങൾ ഇത്തിരി കൂടി അതൊന്ന് ലിമിറ്റ് ചെയ്യാം അത് അത്ര ക്ലാസിക്കൽ ആക്കേണ്ട കാര്യമില്ല ഈ പാട്ട് ഒരു ഘട്ടം മേലെ പാടിയിരുന്നെങ്കിൽ കറക്റ്റ് ആണ് പക്ഷെ എന്നിട്ട് പോലും ഓൻ പെർഫെക്റ്റ് ആയിരുന്നു Jai Hind TV, for the family, for the nation. ശരത് കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു, നല്ല സ്റ്റൈലായി ചെയ്തു. പിന്നെ നമ്മുടെ ഡാൻസേഴ്സ് അവരൊന്നും കൂടെ കലക്കി ഒരുപാട് എല്ലാവരും ഈക്വലി അടിച്ചു പൊളിച്ചു. ഇനി നമുക്ക് കമന്റ്സ് അറിയാം അല്ലെ? ഓക്കെ ജഡ്ജസ് ഓവർ ടു യു. ശരത് കലക്കി മോനെ കലക്കി, സൂപ്പർ, വളരെ സ്റ്റൈലിഷ് ആയിരുന്നു. ആ പാട്ടും ഭംഗിയായിട്ട് തന്നെ പാടി. ചില ലുക്കൊക്കെ എന്റെ അമ്മോ എന്നെ കിടക്കൊരു നോട്ടം നോക്കി ഭയങ്കര രസമുണ്ടായിരുന്നു മോനെ. അതുപോലെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് എടുത്തു പറയണം വീണ്ടും ആ കുഞ്ഞു പിള്ളേരുടെ എക്സ്പ്രഷൻ അവരുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ ഓ എനിക്ക് വയ്യ. മൊത്തം അവരുടെ ടീം മൊത്തം ഒരു സ്റ്റെപ്പ് പോലും ഭയങ്കര വെറൈറ്റി, മൊത്തത്തിൽ അവർ രസമുണ്ടായിരുന്നു. പിന്നെ ഈ പാട്ട് ഒരു മെലഡി ഉണ്ട് അതിന്റെ അകത്ത്. മോൻ അത് വളരെ ഭംഗിയായിട്ട് പാടി. ആദ്യം പാടിയ പാട്ട് എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഇതിൽ വെച്ച് ആദ്യം തുടങ്ങിയ മോനല്ലേ, അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഇത്ര രസകരമായിട്ട്. ഞങ്ങൾ പറയായിരുന്നു ഇവിടെ ഇത്രയും പാട്ടുകൾ കേട്ടിട്ട് ഞങ്ങളൊന്നും മടുക്കണേ ഇല്ല. നല്ല നല്ല പാട്ടുകൾ നന്നായിട്ട് പാടുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇരിക്കാനും. അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര ഉറങ്ങി തൂങ്ങി പിടിച്ചിരിക്കും. പക്ഷെ ഞങ്ങളെ ഉഷാറാക്കുന്നത് നിങ്ങളാണ്. നല്ലൊരു പാട്ട് അടിച്ചു പൊളിച്ചു. താങ്ക് യു ശരത്തെ. നല്ല ഒരു പെപ്പി നമ്പർ, വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ രാഹുൽ നമ്പ്യാർ പാടിയ പാട്ടാണ്. രാഹുലിന്റെ ഡെബ്യൂ ആയിരുന്നു ഈ പാട്ട്. അത്രയും പോപ്പുലറായ ഒരു പാട്ടാണ്. മണി ശർമ്മ സാറിന്റെ മ്യൂസിക്കിൽ. വെരി ഗുഡ് ജോബ്. നമുക്ക് വി കുഡ് റിയലി ഫീൽ എ ഫിലിം ഔട്ട് ദർ. മോൻ നന്നായിട്ട് തന്നെ പാടി. ഇത് മോൻ്റെ സിംഗിങ് ടെക്സ്ചറിന് പറ്റിയ പാട്ട് തന്നെയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ നന്നായിട്ട് പാടി. ചെറിയ സജഷൻസ് മാത്രം എനിക്ക് പറയാനുള്ളത്, സ എന്ന വാക്കിൽ ചിലപ്പോൾ ഷ കയറി വരുന്നുണ്ട്. അതായത് ഗോലി സോഡ എന്ന സ്ഥലത്തും അതുപോലെ ചില സകാരത്തിൽ ഷ കയറി വരുന്നു. അതൊന്ന് ശ്രദ്ധിക്കുക, കറക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. അതൊരു കാര്യം. പിന്നെ ചില സ്ഥലത്ത് ഇപ്പോൾ കാതൽ എൺപത് കാപ്പിയ പോലെ ആറിപ്പോനാ കസക്കോ അവിടെയൊക്കെ ഗമക പ്രയോഗങ്ങൾ ഇത്തിരി കൂടി അതൊന്ന് ലിമിറ്റ് ചെയ്യാം. അത് അത്ര ക്ലാസിക്കൽ ആക്കേണ്ട കാര്യമില്ല. റെസ്റ്റ് എവറിത്തിങ് വാസ് ഫൈൻ. നല്ല ഡിക്ഷൻ, നന്നായിട്ട് പാടി. ഓൾ ദ ബെസ്റ്റ്. ഒരു ചെറിയ കാര്യം കൂടെ, ഈ തമിഴ് സംബന്ധിയായ, അതായത് തമിഴ് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ തമിഴിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, തമിഴ് എങ്ങനെ പാടണം, തമിഴ് ഒരു തമിഴനല്ലാന്നേ ഉള്ളൂ. പക്ഷെ അത്രയ്ക്ക് അരക്കി കലക്കി കുടിച്ച ഒരു തമിഴർക്ക് പോലും അറിയത്തില്ല അവിടെ ആരാ പാടിയത്, ഇന്ന പാട്ട്. ഹെൽപ്പ് ചെയ്തു. ആരാ സാറ് കുറെ ഹെൽപ്പ് ചെയ്തു. ആരാ സാറാരാ? സാറല്ല ചേട്ടാ. അപ്പൊ ഓക്കെ മോനെ, അപ്പൊ എന്തെങ്കിലും തമിഴ് സംബന്ധിയായി എന്തും ഇവിടെ ചോദിച്ചാൽ മതി കേട്ടോ. ബിച്ചേട്ടാ മോനെ കലക്കിട്ടോ, അടിപൊളിയായി. എനിക്ക് വേറെ കുറവുകളൊന്നും പറയാനില്ല. ഇപ്പോൾ അക്ഷരത്തിന്റെ സ ശ അതൊക്കെ
അനൂപ് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നത്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. മോന് അനുകൂലമല്ല, 100% അനുകൂലമല്ലാത്ത ശ്രുതിയാണെങ്കിൽ പോലും മോൻ പെർഫെക്റ്റ് ആയിട്ട് പാടി. കുറച്ചുകൂടി മേലെ പാടുമ്പോഴാണ് മോൻ, എനിക്ക് തോന്നുന്നു ഈ പാട്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? താഴെ അപ്പൊ കുറച്ച് ഈ പാട്ട് ഒരു ഘട്ടം മേലെ പാടിയിരുന്നെങ്കിൽ കറക്റ്റ് ആണ്. പക്ഷെ എന്നിട്ട് പോലും മോൻ പെർഫെക്റ്റ് ആയിരുന്നു. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നല്ല കമന്റ്സ് ആണ്. ഇനി മാർക്സ് എക്സൈറ്റഡ് ആണ് അല്ലേ? ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഔട്ട് ഓഫ് 30 അനുവേട്ടാ മോനെ 27 out of 30. Thank you, sir. 27. Style, attitude and performance was very good. So we give you 3.5 out of 4. Thank you അനുവേട്ടാ. റിം ചേച്ചി? ഞാനും 26.75. വിഷമിക്കരുത്, 20.25 മാത്രം വ്യത്യാസമുള്ളൂ. ഇനിയും കുറച്ചുകൂടെ രസമാക്കാൻ വേണ്ടിയാണ് കേട്ടോ. കാരണം ശരത്തിന് ഇതൊന്നും അല്ല, ഇതിന്റെ അപ്പുറം രസമാക്കാൻ പറ്റും ഈ പാട്ട് കേട്ടോ. താങ്ക് യു ചേച്ചി. അതുപോലെ ഫീലിന് ഔട്ട് ഓഫ് 3 2.5. താങ്ക് യു ചേച്ചി. ബി ചേട്ടാ? 27. താങ്ക് യു. എക്സ്പ്രഷനിൽ 2.75. ശരത് 89.5 on 100. ഒരു 0.5 കൂടെ കിട്ടിയിരുന്നെങ്കിൽ എവിടെയാണ് അത് പറ്റിയത്? അവർ നെഗറ്റീവ്സ് പറഞ്ഞില്ലേ? അപ്പൊ അടുത്ത സ്റ്റേജിൽ കാണാം. ഇതൊക്കെ കറക്റ്റ് ചെയ്ത് വരണം. 90s തന്നെ മതി നമുക്ക്. ഓക്കെ, താങ്ക് യു. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അത് നമുക്ക് സമ്മാനിക്കുന്നത് മറ്റാരുമല്ല, ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 1 വിന്നറായ വർഷ എസ് കൃഷ്ണൻ.
എന്നത്തെയും പോലെ ഇന്നും നമ്മുടെ കണ്ടസ്റ്റൻസ് തകർത്ത് പെർഫോം ചെയ്തു. ഇനിയും നല്ല നല്ല പെർഫോമൻസസ് അവരിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ me Meghna signing out from your favorite show ITL World Junior Idol Season 2. അസലായിട്ട് പാടി കേട്ടോ. വേറെ ഒന്നും അധികമായിട്ട് പറയാനില്ല. ഒരു വികാര സാന്ദ്രത എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ, അത് ഭയങ്കരമായിട്ട് മോള് കൺവേ ചെയ്തു. കീബോർഡ് വായിക്കുന്ന മോഹൻചേട്ടൻ വരെ പാടിക്കഴിഞ്ഞ് ഇങ്ങനെ കാണിച്ചില്ല. അതൊക്കെ അങ്ങനെ എപ്പോഴും എല്ലാവർക്കും ഒന്നും കൊടുക്കാറില്ല. അങ്ങനെ ഒരു സാഹിത്യം മനസ്സിലാക്കി നമ്മൾ പാടുക കേട്ടോ. ഒരു പാട്ട് പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും സാഹിത്യം നോക്കുക, അതിന്റെ അർത്ഥം അറിയാവുന്നത് പോലെ. ആരാവാനാണ് ആഗ്രഹം അത് പറ. കാരണം ഈ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ഒരു സിനിമാ നടിയുടെ ഒക്കെ ലുക്ക് ഉണ്ട്. കണ്ടുമടുത്ത ഒരു പാറ്റേണിൽ നിന്ന് മാറി ചിന്തിച്ചു, അതിനാണ് ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ്. Bijibal and Anup Shankar's costume sponsored by Status, Safalim Complex, Palayam, Trivandrum. Remy Tommy and Meghna's costume sponsored by Zarina, Catholic Center, General Hospital Junction, Trivandrum.